നമ്മളെ ഷുഗർ കട്ട് എങ്ങനെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ ഡയറ്റ് ചെയ്യുമ്പോഴേക്കും പൂർണ്ണമായിട്ട് എങ്ങനെ ഷുഗർ കട്ട് ചെയ്യാൻ പറ്റുമെന്നേ ഒരുപാട് പേര് ഇന്നലെയും എന്താ പറയുക ഒരു ഡോക്ടർ എന്നോട് ചോദിച്ചൊരു കാര്യമാണ്. അപ്പം ഷുഗർ കട്ട് നമുക്ക് എങ്ങനെ ഷുഗർ ഒഴിവാക്കി നിർത്താം. ഞാൻ ഇഷ്ടംമാതിരി പഞ്ചസാര കഴിച്ചുകൊണ്ടിരുന്ന ആളാണ് കേട്ടോ. പഞ്ചസാര മീൻസ് ചായ അല്ല, കട്ടൻ ചായ ശരിക്കും കുടിക്കുമായിരുന്നു. അതുപോലെ തന്നെ പിന്നെ ലഡു, നമ്മുടെ ഇവിടുത്തെ ഒരു ഗുജറാത്തി സ്വീറ്റ്സ് എന്ന് പറയുന്ന ഒരു ബേക്കറി, അവിടുത്തെ ലഡുവും ജിലേബിയും ഒക്കെ എൻ്റെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമായിരുന്നു. പിന്നെ പുറത്തോട്ടിറങ്ങിയ ഒരു സോഡ സർബത്ത് അതൊന്നും കുടിച്ചില്ലെങ്കിൽ എനിക്കെന്തോ എന്താ പറയുക തൃപ്തിയാകാത്തൊരു ഫീലായിരുന്നു. അപ്പം അങ്ങനെ ആയിരുന്നു ഞാൻ. ഒരാഴ്ച നല്ലപോലെ കഷ്ടപ്പെട്ടില്ലെന്നല്ല, ആ ഇത് നിർത്തി കഴിയുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു വെറുപ്പുണ്ടാകും, അല്ലെ പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു ഭ്രാന്ത് പിടിക്കുന്ന സിറ്റുവേഷനൊക്കെ ആണ്. എന്താണെന്ന് വെച്ചാൽ ഷുഗർ കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക തലവേദന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. പക്ഷെ ഒരാഴ്ച ഒന്ന് പിടിച്ച് നിന്ന് നോക്കിയാൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഭയങ്കര എഫക്റ്റ് ആയിരിക്കും നമ്മുടെ ബോഡിയിൽ. ഈ മധുരം നമ്മളിപ്പം പഞ്ചസാരയ്ക്ക് പകരം ശർക്കര യൂസ് ചെയ്യുന്നവരുണ്ട് ചിലർ. പക്ഷെ അത് പഞ്ചസാരയെക്കാളും ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതലാണ്. നമ്മുടെ വയറിലെ കൊഴുപ്പൊക്കെ പോകാൻ വളരെ പ്രയാസമാണ്. ഈ മധുരം കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ക്രേവിങ്സ് കുറയും. ഒരാഴ്ച ഒന്ന് പിടിച്ച് നിന്നിട്ട് അതിനെ ഒരു വഴിവന്നിട്ട് ആദ്യത്തെ ഒരു ഫോട്ടോയും ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോയും എടുത്ത് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഈ പഞ്ചസാരയുടെ ഏറ്റവും വലിയ അപകടം നിങ്ങൾക്ക് കാണാനും പറ്റും. അതുപോലെ തന്നെ പഞ്ചസാര പിന്നെ നമ്മൾ ഭാവിയിലങ്ങ് ഉപേക്ഷിച്ചോളും. ഒരാഴ്ച ഒന്ന് കഷ്ടപ്പെട്ടാൽ മതി. പഞ്ചസാര അതിന് നമുക്ക് ആ ഒരു ക്രേവിങ്സ് വരുന്ന സമയത്ത് ഡേറ്റ്സ് എന്തെങ്കിലും യൂസ് ചെയ്യുക. ഈ സ്റ്റീവിയ പോലുള്ള സാധനങ്ങളൊന്നും റെഗുലർ യൂസിന് പറ്റത്തില്ല. പിന്നെ നമുക്ക് വല്ലപ്പോഴും ഒരു ചായയൊക്കെ കുടിക്കണമെങ്കിൽ യൂസ് ചെയ്യാമെന്ന് മാത്രം. ഡയറ്റ് നിർത്തിക്കഴിഞ്ഞ് നമുക്ക് ലേശം എന്ത് സാധനമാണെങ്കിലും നമുക്ക് ഒരു പരിധി വെച്ച് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല. എന്തായാലും ഷുഗർ കട്ട് ചെയ്യാൻ ഏറ്റവും വലിയ വഴിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒരാഴ്ചക്ക് മുന്നേ നമ്മൾ തുടങ്ങുന്ന അന്നത്തെ ദിവസം ഒരു ഫോട്ടോ എടുത്ത് വെക്കുക. അതിനുശേഷം അതൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ പിന്നെ നമ്മൾ ലൈഫ് ലോങ് ആ ഒരു സംഭവം നമ്മൾ വേണ്ടാന്ന് വെക്കും. ഏറ്റവും നല്ലൊരു വഴി അതാണ്. എന്തായാലും റെഡിയാക്കി നോക്ക്. ഈ 2 വർഷമായിട്ടും ഞാൻ പിടിച്ചു നിൽക്കുന്നതും അങ്ങനെ തന്നെ. എൻ്റെ ഒരു കമ്പയറിങ് ഫോട്ടോ ആണ് എനിക്ക് ആ ഒരു പഞ്ചസാര പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ എന്നെ സഹായിച്ചത്.